2020 ശേഷം PSC നടത്തിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ബ്രസീൽ. 12ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. ഓപ്ഷൻ ബി 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് ആണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. 13ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. 14ാമത്തെ ചോദ്യം, ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം. ഓപ്ഷൻ ബി കൊടൈക്കനാലാണ് ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത്. 15ാമത്തെ ചോദ്യം, ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. ഓപ്ഷൻ സി നർമ്മദ. 16ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി സിന്ധു നദിക്കരയിലാണ് ലേ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. 17ാമത്തെ ചോദ്യം, മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഓപ്ഷൻ എ അറബി ഭാഷയിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് എടുത്തിട്ടുള്ളത്. 18ാമത്തെ ചോദ്യം, കാൽബൈശാഖി എന്നത്. കാൽബൈശാഖി എന്നത് ഓപ്ഷൻ എ കാറ്റാണ്. 19ാമത്തെ ചോദ്യം, അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ഓപ്ഷൻ ബി ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗത്തിന് പ്രസിദ്ധമാണ് അസമിലെ കാസിരംഗ ദേശീയോദ്യാനം. 20ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം? തെക്കു ഭാഗത്താണ്. ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്കു ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം. 2ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത്? 30 ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ 30 ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത്. 3ാമത്തെ ചോദ്യം, ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ത്രികോണാകൃതിയാണ്. 4ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം. ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം. 5ാമത്തെ ചോദ്യം, അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. തന്നിരിക്കുന്നതിൽ ഗംഗയാണ് അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. 11ാമത്തെ ചോദ്യം, സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം. ചില്ലാറ്. അടുത്ത ചോദ്യം, ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉച്ചലിത വൃഷ്ടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ്. ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് അറിയപ്പെടുന്നത് ലോ. അടുത്ത ചോദ്യം, ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡിലാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി.
അടുത്ത ചോദ്യം, ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? ഓപ്ഷൻ സി 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത്. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയുടെ മാനക സമയം കണക്കാക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ആരവല്ലി പർവ്വതനിരയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര. അടുത്ത ചോദ്യം, ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര ഏതാണ്? ഓപ്ഷൻ ഡി പൂർവഘട്ടം. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിരയാണ് പൂർവഘട്ടം. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏത്? ചിനാബാണ് സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി. നെക്സ്റ്റ്, ഇന്ത്യയിലെ ശൈത്യകാലം ഏത്? ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇന്ത്യയിലെ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ് ഏറ്റവും കൂടുതൽ ഉൽപാദനക്ഷമത കൂടുതലുള്ളത്. അടുത്ത ചോദ്യം, കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? കടുവ. അടുത്ത ചോദ്യം, വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? തമിഴ്നാടിലാണ് വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നുപോകുന്ന രേഖാംശ രേഖ ഏതാണ്? തന്നിരിക്കുന്നതിൽ ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നുപോകുന്ന രേഖാംശ രേഖ ഏതാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. തൊട്ടു മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. ഇത് നമ്മൾ തൊട്ടു മുമ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? 5 മണിക്കൂർ 30 മിനിറ്റ് മുന്നിലാണ് ഇന്ത്യൻ മാനക സമയം. ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് മുന്നിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ഏതാണ്? ആരവല്ലി. അടുത്ത ചോദ്യം, ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടിയാണ്. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. അടുത്ത ചോദ്യം, ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം അറിയപ്പെടുന്നത് വൃഷ്ടിപ്രദേശം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശത്തെ വൃഷ്ടിപ്രദേശം എന്നാണ് പറയുന്നത്. 17ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഉഷ്ണകാലം ഏത്? മാർച്ച് മുതൽ മെയ് വരെയാണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം. പോയിന്റ് കാലമേർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാടിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം? മധ്യപ്രദേശ്. പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? തന്നിരിക്കുന്നതിലെ പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? പാകിസ്ഥാനാണ്.
ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം. കന്യാകുമാരിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം. അടുത്ത ചോദ്യം, ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര. വിന്ധ്യ പർവ്വതമാണ് ഇന്ത്യയെ തെക്കേ ഇന്ത്യ, വടക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി. ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി ഏതാണ്? ഗംഗയാണ്. അടുത്ത ചോദ്യം, സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം. 1958. സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1958. അടുത്ത ചോദ്യം, അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലാണ്? ഗോവയുടെ കീഴിലാണ്. അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലാണ്? ഗോവയുടെ കീഴിലാണ്. ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? ഇംഗ്ലീഷ് ഭാഷയിലാണ്. ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഭാഷ ഇംഗ്ലീഷ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടത്? ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടത്. ജിം കോർബറ്റ് ദേശീയോദ്യാനം ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അടുത്ത ചോദ്യം, ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി. കൃഷ്ണ നദി. ശ്രീശൈലം പദ്ധതി കൃഷ്ണ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവയിൽ ഖാരിഫ് വിളയല്ലാത്തത്, തന്നിരിക്കുന്നതിലെ ഖാരിഫ് വിളയല്ലാത്തത് ഏത്? ബാർലി. തന്നിരിക്കുന്നതിലെ ഖാരിഫ് വിളയല്ലാത്തത് ഏതാണ്? ബാർലിയാണ്. അടുത്ത ചോദ്യം, മസൂലിപ്പട്ടണം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശിലാണ് മസൂലിപ്പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം. ഉത്തര മഹാസമതലം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഉത്തര മഹാസമതലം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ പെടാത്ത നദി ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി. ഓപ്ഷൻ സി, ലൂണി. അടുത്ത ചോദ്യം, റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത്? ഓപ്ഷൻ ഡി, പരുത്തി കൃഷി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻ റാം ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ എ, മേഘാലയയിലാണ് മൗസിൻ റാം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ലോക ഓസോൺ ദിനം എന്നാണ്? ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം ആചരിക്കുന്നത്. ഇന്ത്യയിൽ ഭൗമതാപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം. ഇന്ത്യയിൽ ഭൗമതാപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏത്? ഓപ്ഷൻ എ, മണികരൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏത്? അരുണാചൽ പ്രദേശ്. അടുത്ത ചോദ്യം, ശ്രീനഗർ, കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ശ്രീനഗർ, കാർഗിൽ എന്നീ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ഓപ്ഷൻ സി, സോജില ചുരം. നെക്സ്റ്റ്, ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏത്? ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏത്? ഓപ്ഷൻ എ, ഖാരിഫ്. നെക്സ്റ്റ്, ബ്രഹ്മപുത്ര നദിയിൽ സാധ്യ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏത്? ബ്രഹ്മപുത്ര നദിയിൽ സാധ്യ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏത്? നാഷണൽ വാട്ടർവേ 2. നെക്സ്റ്റ്, വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം അറിയപ്പെടുന്നത്. വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. നെക്സ്റ്റ്, താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. സൗരോർജം. 1 സൗരോർജം, 2 ജൈവവാതകവും സൗരോർജവും, 3 കാറ്റിൽ നിന്നുള്ള ഊർജം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു?
ശരിയായ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. ഓപ്ഷൻ സി 1, 2, 3 പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. 1 ചൈന, 2 നേപ്പാള്, 3 പാകിസ്ഥാന്, 4 ഭൂട്ടാന്. ഇതിൽ ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുകാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3, 4 ഇതെല്ലാം ഇന്ത്യയുമായിട്ട് പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങളാണ്. ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങളാണ് ചൈന, നേപ്പാള്, പാകിസ്ഥാൻ, ഭൂട്ടാന്. അടുത്ത ചോദ്യം, മണികരൻ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഹിമാചൽ പ്രദേശ്. നെക്സ്റ്റ്, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏത്? ഉത്തര മഹാസമതലം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏതാണ്? ഉത്തര മഹാസമതലം. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ്. ടാറ്റ അയൺ സ്റ്റീൽ കമ്പനി. ഓപ്ഷൻ എ ടാറ്റ അയൺ സ്റ്റീൽ കമ്പനിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ്. നെക്സ്റ്റ്, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏത്? ഓപ്ഷൻ എ ഉത്തരായന രേഖ 23.5 നോർത്ത്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ 23.5 നോർത്ത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഏത്? ഓപ്ഷൻ ബി NH44 ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത. നെക്സ്റ്റ്, മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല ഏത്? മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല ഏതാണ്? ഓപ്ഷൻ ഡി കൊങ്കൺ റെയിൽവേ ആണ്. അടുത്ത ചോദ്യം, ഹിമാലയൻ പർവ്വതത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഹിമാലയ പർവ്വതത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? സിവാലിക്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഓപ്ഷൻ ഡി വിഴിഞ്ഞം. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? വിഴിഞ്ഞത്ത്. അടുത്ത ചോദ്യം, ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി പശ്ചിമ ബംഗാള്. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാള്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏത്? ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏതാണ്? ഓപ്ഷൻ ബി നാഗ്പൂർ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാല്. ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി കനാലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാല്. അടുത്ത ചോദ്യം, പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ഗുജറാത്ത്. പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ഗുജറാത്ത് ആണ്. അടുത്ത ചോദ്യം, വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു? ഉഷ്ണകാലം. ഓപ്ഷൻ ബി ഉഷ്ണകാലമാണ്. അടുത്ത ചോദ്യം, ദേശീയ ജലപാത നാഷണൽ വാട്ടർവേ 1 ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്? ഹാൽഡിയ ടു അലഹാബാദ്. ഓപ്ഷൻ എ ഹാൽഡിയ ടു അലഹാബാദ് ആണ് ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. അടുത്ത ചോദ്യം, ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതാണ്? ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതലായിട്ടും കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏത്? ഓപ്ഷൻ ബി ഇലപൊഴിയും കാടുകൾ. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ
ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത് ഏത്? ഓപ്ഷൻ എ തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ്. ഓപ്ഷൻ ബി കുങ്കുമപ്പൂവ്, ഉരുളക്കിഴങ്ങ്, ബാർലി എന്നിവ കൃഷി ചെയ്യുന്നു. ഓപ്ഷൻ സി ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാറുണ്ട്. ഓപ്ഷൻ ഡി പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത് ഏത്? ഓപ്ഷൻ ഡി ആണ്. പരുത്തി കൃഷി ചെയ്യുന്ന മേഖല തെറ്റാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏത്? ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏത്? ഡെക്കാൻ പീഠഭൂമിയാണ്. ഏറ്റവും വലിപ്പം കൂടിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. അടുത്ത ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്തുക. 1. ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള. 2. റാബി വിളയാണ്. 3. 10°C മുതൽ 26°C വരെ താപവും 75 സെന്റിമീറ്റർ മഴയും ആവശ്യമാണ്. ഈ സൂചനകൾ വായിച്ച് ഇതിലെ ഏത് വിളയാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ഗോതമ്പ് വിളയാണ്. അടുത്ത ചോദ്യം, വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം. കിഴക്കൻ തീരസമതലം. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? കിഴക്കൻ തീരസമതലമാണ്. അടുത്ത ചോദ്യം, തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? കാവേരി നദീതീരത്താണ് തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ലിപ്പുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ്? ഓപ്ഷൻ എ ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിലാണ് ലിപ്പുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെ? ചുവടെ തന്നിരിക്കുന്ന നദികളിലെ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെ? ഓപ്ഷൻ ബി ആണ്. 1, 3, 4 സിന്ധു, നർമ്മദ, പെരിയാർ. ഇത് 3ഉം അറബിക്കടലിൽ പതിക്കുന്ന നദികളാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത്? ഓപ്ഷൻ എ സിന്ധു നദിയാണ് ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി. അടുത്ത ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ആനമുടി. തൊട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടി. അടുത്ത ചോദ്യം, രാജസ്ഥാൻ മരുഭൂമിയിൽ കാണപ്പെടുന്ന മൃഗം. ഒട്ടകം. അടുത്ത ചോദ്യം, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. മാർച്ച് മുതൽ മെയ് മാസം വരെയാണ്. അടുത്ത ചോദ്യം, ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ്? മേഘാലയയിലാണ്. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ് അല്ലേ? അടുത്ത ചോദ്യം, ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം. 36 ദ്വീപുകളാണ് ലക്ഷദ്വീപ് സമൂഹത്തിലുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഹിമാചൽ പ്രദേശ് ആണ്. അന്നത്തെ ആൻസർ പ്രകാരം ജമ്മു കാശ്മീർ ആയിരുന്നു. നിലവിലേതാണ്? ഹിമാചൽ പ്രദേശ് ആണ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം. ജമ്മു കാശ്മീർ ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ മെട്രോ റെയിൽ ആദ്യമായി ആരംഭിച്ചത് എവിടെ? ഇന്ത്യയിലെ മെട്രോ റെയിൽ ആദ്യമായിട്ട് ആരംഭിച്ചത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ആൻസ്റ്റൺ ചുവടെ സൂചിപ്പിക്കുന്നത് ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗോഡ്വിൻ ആൻസ്റ്റൺ ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ആൻസ്റ്റൺ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏത്? തന്നിരിക്കുന്നതിലെ ഓപ്ഷൻ സി സത്ലജ്. സിന്ധു നദിയുടെ പോഷക നദി ഏതാണ്? സത്ലജ്. അടുത്ത ചോദ്യം,
ഇന്ത്യയുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈന. ഏറ്റവും വലിയ രാജ്യമാണ് ചോദിക്കുന്നത്, ചൈന. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചുവടെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി, ഗുജറാത്ത് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി? പെരിയാർ ആണ്. ഓപ്ഷൻ ബി, പെരിയാർ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ എ, തെന്മലയാണ് ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം കേന്ദ്രം. ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്? സത്ലജ് നദിയിലാണ് ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്? സത്ലജ് നദിയിലെ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം? ഉത്തരമഹാസമതലം. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരമഹാസമതലം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ജാർഖണ്ഡ്. മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മിസോറാം ആണ്. മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മിസോറാം. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്ക്? പാക് കടലിടുക്ക്. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയ്ക്കിലുള്ള കടലിടുക്ക് ഏതാണ്? പാക് കടലിടുക്ക്. അടുത്ത ചോദ്യം, റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടു കൂടിയാണ്? ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് ശാല നിർമ്മാണം ആരംഭിച്ചത്. അടുത്ത ചോദ്യം, പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗം? നീലഗിരി കുന്നുകളാണ് പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേരുന്നത് എവിടെയാണ്? നീലഗിരി കുന്നുകളില്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത്? ജാംനഗർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാംനഗറിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? സിക്കിം, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ടീസ്റ്റ ഒഴുകുന്നത്. നെക്സ്റ്റ്, ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? തന്നിരിക്കുന്നതില് ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം? ഓപ്ഷൻ സി, മണിപ്പൂരാണ്. അടുത്ത ചോദ്യം, ദേശീയ ജലപാത 2 സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി ആണ്. ശരിയായ പ്രസ്താവനകൾ 2ഉം 4ഉം ശരിയാണ്. സാദിയ മുതൽ ധൂബ്രി വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത 2 സാദിയ മുതൽ ധൂബ്രി വരെയാണ്, അത് ശരിയാണ്. പിന്നെ ഓപ്ഷൻ 4, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു. 2ഉം 4ഉം ആണ് ശരിയായ പ്രസ്താവനകള്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ സി, ഭൂട്ടാന്, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാന്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത്? ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാന്. അടുത്ത ചോദ്യം, ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്ത്? ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ ഡി, നമാമി ഗംഗ. അടുത്തത്, കേരളത്തിന്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കേരളത്തിന്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മലബാർ തീരസമതലം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം? ലക്ഷദ്വീപാണ്. വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ 2ആയി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ? ഉത്തരായന രേഖയാണ് ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ 2ആയി വേർതിരിക്കുന്നത്. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന സമുദ്രഭാഗം? മാന്നാർ കടലിടുക്ക്. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ്? മാന്നാർ കടലിടുക്ക്. ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? കൊല്ലം, കോട്ടപ്പുറം എന്നീ സ്ഥലങ്ങളെയാണ് ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്നത്.
ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം? മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? മുംബൈ ഹൈ. എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്